പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷെക്കേന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രോഗ്രാമിലേക്ക് ഒരു അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന് അരുളി ചെയ്ത ഈശോ എൻ്റെ ജീവിതത്തിൽ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. 1991 ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ചത്തെ ധ്യാനത്തിന് പോയി. ധ്യാനത്തിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ താമസിച്ചുള്ള ധ്യാനം ആദ്യമായിട്ടാണ് ഞാൻ കൂടുന്നത്. അവിടുന്ന് ബുധനാഴ്ച ആയപ്പം അവിടെ അനൗൺസ് ചെയ്തു, കുടി നിർത്താൻ ആഗ്രഹിക്കുന്നവർ കൈപൊക്കുക. അപ്പം ജീവിത പങ്കാളി കൈപൊക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്ത്, ഈശോയെ, ഈ മനുഷ്യൻ വല്ലപ്പോഴേ കുടിക്കുന്നുള്ളൂ, പിന്നെ എന്തിനാണ് കൈപൊക്കുന്നത്? പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, അവിടുത്തെ ഹിതം പോലെ വരട്ടെ. അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് അനുഭവമൊന്നും എനിക്കുണ്ടാകുന്നില്ല. പിന്നെ ഞാനിരുന്ന് പനക്കലച്ചൻ്റെ ഒരു ക്ലാസ്സിൽ പനക്കലച്ചൻ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ മറ്റൊരാൾ അച്ഛൻ്റെ അനുഭവം പറഞ്ഞതാണ്. ഒരുപാട് ജീവിതത്തിൽ ദൈവം എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു, പക്ഷേ ഈശോ ഇന്ന് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ ഒന്നുമില്ല. അപ്പോൾ ഞാനും ഓർത്തു, കർത്താവേ, ഒരുപാട് അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഈശോ തന്നിട്ടുണ്ടല്ലോ, എനിക്കും ഈശോ വന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ കൊടുക്കാൻ. കർത്താവെ, പാപിയാണ് ഈശോയെ, പാപിയിൽ ഒന്നാമനാണല്ലോ ഈശോയെ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എല്ലാം ഒരു മടക്കയാത്ര, എൻ്റെ ജീവിതത്തിലൊക്കെ ഒരു മടക്കയാത്ര ഈശോ കാണിച്ചു തന്നു. ദൈവം എനിക്ക് നൽകിയ നല്ല മാതാപിതാക്കളെ, നല്ല സഹോദരങ്ങളെ, നല്ല ബന്ധുമിത്രാദികളെ, നല്ല അയൽക്കാരെ എല്ലാം ഈശോ കാണിച്ചു തരുന്ന പോലെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് വിശ്വാസം, ഈശോയോടുള്ള പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് എൻ്റെ പിതാവിൽ നിന്ന്, എൻ്റെ ചാച്ചനിൽ നിന്നാണ് ഞാൻ കിട്ടിയത്. ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ഭയങ്കര നിർബന്ധമാണ്. 7:30 ആകുമ്പോഴത്തേക്കും പ്രാർത്ഥന കഴിഞ്ഞിരിക്കും. എവിടെയെങ്കിലും ചാച്ചൻ പോയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിരുമ്പം സന്ധ്യാപ്രാർത്ഥന ചെല്ലിയില്ല എന്ന് കേട്ടാൽ അവിടെ ബോംബ് പൊട്ടിയിരിക്കും. അങ്ങനെ ചാച്ചൻ പ്രാർത്ഥന കഴിയുമ്പം ഞങ്ങളെ വിളിച്ചിരുത്തി ഞങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് അതിനുശേഷം ചാച്ചൻ്റെ ജീവിതാനുഭവം, ഈശോ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു അനുഭവമാണ് ചാച്ചൻ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് പണ്ട് ഉണ്ടായ സംഭവം പറഞ്ഞതാണ്. അപ്പം ഞങ്ങൾ ആദ്യം ചാച്ചൻ കുടിയേറി ആ നാട്ടിൽ വന്നു കഴിഞ്ഞ് ചാച്ചനാകെ 5 ഏക്കർ സ്ഥലമാണ് ഉള്ളത്. ചാച്ചൻ അവിടെ കൃഷി ചെയ്ത് ഒരു കർഷകനായിരുന്നു. അപ്പോൾ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പം ചാച്ചൻ്റെ കയ്യിൽ പൈസയുടെ കുറവ് വന്നപ്പോൾ ആ നാട്ടിലൊരു പ്രമാണിയുടെ അടുത്ത് പോയി ചാച്ചൻ 2 ഏക്കർ സ്ഥലം പണയം വെച്ച് പൈസ മേടിച്ച് പണിയെടുത്ത് അത് കൃത്യം സമയമായപ്പോൾ അത് കൊണ്ട് പൈസ ഏൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ സ്ഥലം ഞങ്ങൾക്ക് വേണം, പൈസ വേണ്ട. ചാച്ചൻ പറഞ്ഞു, അത് പറ്റിയല്ല, ഒന്നിച്ച് കിടക്കുന്ന സ്ഥലം ഞാൻ തരികയില്ല, എനിക്ക് ആ സ്ഥലം തിരിച്ചു തരണം. അപ്പം അവർ പറഞ്ഞു തരത്തില്ല. അപ്പം ചാച്ചൻ പറഞ്ഞു, എന്നാൽ ഞാൻ കേസ് കൊടുക്കും, എന്നാൽ കേസിന് പൊക്കോളാൻ പറഞ്ഞു. ചാച്ചൻ കേസ് കൊടുത്ത്, ചാച്ചൻ സാധാ വക്കീലും അവർ നല്ല പൈസക്കാരായാണ്, കൂടിയ വക്കീലിനെ പിടിച്ചു. അങ്ങനെ കേസിന് പോവുകയാണ് ചാച്ചൻ. എറണാകുളത്ത് പോകണമെന്ന് കേസിന്. ഒരു ദിവസം കേസിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പം കേസ് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചു. ചാച്ചൻ തിരിച്ചു പോരാൻ ചാച്ചൻ്റെ കയ്യിൽ പൈസ, വീട് വരെ എത്താനുള്ള പൈസ ഇല്ല. അപ്പം ഇടയ്ക്ക് ഇറങ്ങി കുറുക്ക് വഴിക്ക് നടന്ന് തോടായിരുന്നു, തോട്ടിൽ വന്ന് ചാച്ചൻ്റെ ഡ്രസ്സ് അലക്കി. ആകെ ഒരു ഡ്രസ്സേ ഉള്ളൂ. ചാച്ചനത് ഡ്രസ്സ് അലക്കി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഡ്രസ്സ് വിരിച്ച് ഇട്ട് കിടന്നു. പിറ്റേ ദിവസം 5 മണിക്ക് ചാച്ചന് പോകണം തിരിച്ച്. ചാച്ചൻ്റെ പൈസ ഇല്ല. ചാച്ചൻ ആ ക്ഷീണത്തിന് കിടന്ന് ഉറങ്ങി. 3 മണിയായപ്പം ചാടി എണീറ്റു, ഈശോയെ, പൈസ ഇല്ലല്ലോ, എനിക്ക് കേസിന് പോകണം. ചാച്ചനേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 3:30 ആയപ്പം ആരോ വിളിക്കുന്ന പോലെ ചാച്ചൻ പെട്ടെന്ന് കണ്ണു തുറന്നു, ആരുമില്ല. പിന്നെയും ചാച്ചൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4 മണിയായപ്പം ഡോറേ വന്ന് ആരോ മുട്ടുന്നു. ചാച്ചൻ ഓടിച്ചെന്ന് ഡോറ് തുറന്നു. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള അപ്പച്ചൻ, എന്താ അപ്പച്ച അപ്പാപ്പ ഈ സമയത്ത് ഇവിടെ? അപ്പം എൻ്റെ ഉതുപ്പാനെ, എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അത് ഞാൻ നിന്നെ തരാൻ വേണ്ടി ഞാൻ കുറച്ച് ദിവസമായി നിന്നെ അന്വേഷിക്കുന്നത്. ഈ പൈസ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തോളൂ, ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തന്നാൽ മതി. ചാച്ചൻ അത് പൈസ മേടിച്ചു വെച്ചു. ചാച്ചൻ പിറ്റേ 5 മണിക്ക് തന്നെ എറണാകുളത്തിന് പോയി. കേസിൽ ചാച്ചൻ വിജയിച്ചു. അങ്ങനെ ആ ഒരു കഥ എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. പിന്നെ ഞാനും ഈശോയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഒരു ഉറപ്പ്. അങ്ങനെ എനിക്ക് എൻ്റെ ചാച്ചനിലൂടെ യേശുവിനെ കാണുവാനും ചാച്ചൻ്റെ അനുഭവങ്ങളിലൂടെ, അപ്പം ഞാൻ വളരെയധികം ചാച്ചന് വേണ്ടി ഈ നിമിഷം ഞാൻ ചാച്ചൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചാച്ചനോട് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഇനി എനിക്ക് എൻ്റെ അമ്മയിലൂടെ ഈശോനെ കാണിച്ചു തന്നു. ഞാനൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം
ചാച്ചൻ എവിടെയെങ്കിലും പോയി വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പശു ഇങ്ങനെയൊക്കെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനൊക്കെ സമയത്ത് വെള്ളം കൊടുത്തില്ലെങ്കിൽ ചാച്ചന് അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അരിശപ്പെടും, അടി വരെയും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മേനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അടിക്കുമ്പം ഞാനിങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കും. അമ്മ ഇച്ചിരി കഴിയുമ്പോൾ അമ്മച്ചി ഒരു കാപ്പി ഉണ്ടാക്കി ചാച്ചൻ്റെ കയ്യിൽ ചാച്ചനോട് ഇരിക്കുവാണെങ്കിൽ ഉടനെ ആ കാപ്പി കൊണ്ടുവന്ന് ചാച്ച ഈ കാപ്പി കുടിച്ചേ, ഇനിയാണേലും അടിക്കാൻ ചാച്ചന് ആരോഗ്യം ഉണ്ടാകണ്ടേ. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ ഈ അമ്മച്ചി അങ്ങനെ ഈശോനെ അമ്മച്ചിയിലൂടെ കാണാൻ സാധിച്ചു. ഈശോ കുരിശ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചല്ലോ, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച അതിൻ്റെ ഒരു ചെറിയ അമ്മച്ചിയുടെ ഈ രീതിയിലൂടെ ഞങ്ങളെ അത് പഠിപ്പിച്ചു. പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണ്. ആദ്യ കുർബാന സ്വീകരണത്തിൽ ഞാൻ പോവുകയാണ്. അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ നല്ല സോക്സും ഷൂ എല്ലാം മേടിച്ചു. എനിക്കാണെങ്കിൽ ചാച്ചൻ പറഞ്ഞു, ആ പഴയ പുതിയ ചെരുപ്പല്ലേ, അതൊന്ന് കഴുകി അങ്ങ് ഇട്ടാൽ മതി. പിന്നെ തയ്യൽ കടയിൽ ചെന്ന് അളവെടുത്തു, നിനക്ക് ബ്ലൗസ് തയ്ക്കും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ബ്ലൗസ് തയ്ച്ചാൽ മതി, സ്കേർട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം തയ്യൽക്കാരൻ പറഞ്ഞു, അപ്പാപ്പ കൊച്ചിന് 2 പാവാടയും ബ്ലൗസും എടുത്ത് കൊടുക്കണം. അപ്പോൾ തയ്യൽക്കാരൻ പറഞ്ഞതനുസരിച്ച് ചാച്ച സമ്മതിച്ചു, എനിക്ക് സ്കേർട്ടും ബ്ലൗസും എടുത്ത് തന്നു. ഞാനും എൻ്റെ അമ്മയാണ്, ചാച്ചൻ വന്നില്ല, അമ്മയും കൂടെയാണ് ആദ്യ കുർബാനയ്ക്ക് പോയി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ആദ്യ കുർബാനയിൽ പോയി നിന്ന് കഴിഞ്ഞപ്പം അവിടെ എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു പറഞ്ഞ പാട്ട് പാടിയാണ് ഞങ്ങളെ ലൈനായിട്ട് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ ഈശോ എൻ്റെ കൂടെയുണ്ട്, ഞാൻ വലിയ ഗമയിലാണ്, ഈശോയുടെ കൂടെ ഭയങ്കര രാജാതിരാജൻ്റെ കൂടെ ഭയങ്കര സന്തോഷമായിട്ടാണ് ഈ ലൈനിലൂടെ പോയത്. അതിപ്പോഴും ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ അന്ന് പോയ സന്തോഷം, ഈശോ ഭയപ്പെടേണ്ട, എനിക്ക് എന്തെല്ലാം കുറവുകൾ ഞാൻ വെച്ചാലും ഈശോ കൂടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് സന്തോഷത്തോടെ പോകുന്ന ഒരു ഈശോ എൻ്റെ കൂടെ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് കൊണ്ടുപോയ ഒരനുഭവം. പിന്നീട് ഞാൻ ഈശോയെ കാണുന്നത് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ചേച്ചിമാരെല്ലാം റബ്ബർ തോട്ടത്തിലൊക്കെ പോയി പഠിക്കുന്നു. ഞാനും പോയി ഇച്ചിരി ദൂരെ മാറി ഇച്ചിരി അകലെയുള്ള റബ്ബർ തോട്ടത്തിൽ, ആരും അറിയാതെ അവിടെ പോയിരുന്ന് പഠിക്കുകയാണ്. അപ്പം പഠിച്ചുകൊണ്ടിങ്ങനെ ഒരു പദ്യം പഠിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കുമ്പം അങ്ങ് ദൂരെ വഴിയിൽ ഒരാളിങ്ങനെ നടന്നു പോയ ആളിങ്ങനെ നോക്കി നിൽക്കുന്നു. ഒരു 6 അടി പൊക്കമുള്ള മനുഷ്യനാണ്, ഒരു 10-30 വയസ്സ് കാണും. അപ്പം ഞാനും ഈ മനുഷ്യനെ ശ്രദ്ധിച്ചു. അപ്പം ഇങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് പിന്നെ അയാൾ ഒരൊറ്റ ചാട്ടം മുമ്പോട്ട് ഇങ്ങനെ വരുവാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചിക്കുണ്ടായ ഒരു അനുഭവ കഥ അമ്മച്ചി പറഞ്ഞത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പെട്ടെന്ന് ഈ പുസ്തകമെല്ലാം കയ്യിലെടുത്ത് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ഇപ്പം ആ മനുഷ്യൻ ഞാനിരിക്കുന്ന സ്ഥലത്തോട്ടാണ് ഓടി വരുന്നത്, കുറച്ച് ദൂരമുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് ഈ പുസ്തകമെല്ലാം എടുത്ത് പെട്ടെന്ന് അവിടുന്ന് അപ്പുറം വന്ന് ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ വന്ന് സ്റ്റോപ്പായിപ്പോയി, നിന്നുപോയി. ഞാൻ അപ്പുറം കിടന്നല്ലോ എന്ന്. അപ്പോൾ അവിടെ ഈശോ എൻ്റെ കൈക്ക് എന്നെ രക്ഷിച്ചത് ഞാൻ ഓർക്കും. ആ മനുഷ്യൻ എൻ്റെ അടുത്തെങ്ങാനും വന്നിരുന്നു, ഞാൻ ആ നിമിഷം ബോധം കെട്ടു പോകും. അപ്പോൾ അതിലൂടെയും ദൈവം ഈശോ എന്നെ രക്ഷിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. പിന്നീട് ഞാൻ എൻ്റെ കോളേജ് ജീവിതത്തിലാണ് ഞാൻ ഒരു ധ്യാനം ഞങ്ങളുടെ കോളേജിൽ നടന്നു. ഞാൻ വലിയ കാര്യമായിട്ട് ബൈബിളൊക്കെ പിടിച്ച് ബൈബിളിൻ്റെ ഭാഗങ്ങൾ എവിടെയാണെന്നൊന്നും അറിയത്തില്ല, എന്നാലും ബൈബിളൊക്കെ പിടിച്ച് പോയി. അവിടെ ചെന്ന് ആകെ എനിക്ക് കിട്ടിയത് ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു. പിന്നെ എൻ്റെ ഗമ കൂടി. ഞാനാണെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും ഈശോയോട് മാത്രമാണ് എല്ലാ കാര്യവും പറയുന്നത്. യോസേപ്പിതാവിനും മാതാവിനെയും കാണുമ്പോൾ എന്നെയൊക്കെ എന്തോ നിങ്ങളെക്കാളും കൂടിയ ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്, അമ്മച്ചിയുടെ അമ്മ പറയും, അത്തിപ്പഴത്തോളം അഹങ്കാരമുണ്ടെങ്കിൽ ആ ദിക്കിലൊന്നും കുരുത്തമുണ്ടാകുകയില്ല. അത് എനിക്ക് കാണാൻ സാധിച്ചു. ഈ 3-4 വർഷം എൻ്റെ ജീവിതത്തിൽ ഒരു ഫ്രീസ് ചെയ്ത പോലെയായിരുന്നു. എനിക്ക് അന്ന് ധ്യാനിപ്പിച്ചത് ആരാന്നൊന്നും അറിയത്തില്ല. ഈ ഒരു പ്രാർത്ഥന ഞാൻ മാതാവിനോട് കൂടെ ഒട്ടും പ്രാർത്ഥിക്കാതെയായി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ മാതാവ് പിന്നെ എൻ്റെ ആങ്ങളയുടെ കൊച്ചിനൊരു അസുഖം വന്നു. ആങ്ങളയുടെ കൊച്ചിന് അസുഖം വന്നു കഴിഞ്ഞപ്പം സുഖപ്പെടുവാണെങ്കിൽ ഞങ്ങൾ മാതാവിൻ്റെ വേളാങ്കണ്ണിക്ക് പോകുന്നവർ നേർച്ച നടന്നു. അപ്പം അവർ കൊച്ചിൻ്റെ അസുഖം മാറിയപ്പോൾ വേളാങ്കണ്ണിക്ക് പോയപ്പോൾ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്കൊന്നും പ്രാർത്ഥിക്കാനില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്ന് ഈ കൊച്ചിൻ്റെ അസുഖമെല്ലാം സുഖപ്പെടുത്തണമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്തൊക്കെയോ തന്നു വിട്ടു. ഇപ്പം ബസ്സിലാണെങ്കിലും എനിക്ക് ഭയങ്കര
ഒരു സ്നേഹം, എല്ലാവരോടും സ്നേഹം തോന്നുന്നു. നല്ല ഒരു അരിശമില്ല, ഒരു എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാവരോടും സഹകരിക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാലാണേലും എന്തെല്ലാം വൃത്തികേടായിട്ട് കിടന്നാലും അതങ്ങ് വൃത്തിയാക്കിയാൽ പോരെ. പിന്നെ എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നു, കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ആരും പറയാതെ തന്നെ പള്ളിയിൽ പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇടവകയിലൊരു ധ്യാനം നടക്കുക. ഇടവകയിൽ ധ്യാനം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ ധ്യാനത്തിന് പോകുന്നതൊന്നും ആർക്കും താല്പര്യമൊന്നുമില്ല. അപ്പം ഞാൻ നേരത്തെ എണീറ്റ് എൻ്റെ പണിയെല്ലാം തീർത്ത് മറ്റുള്ളവരുടെ പണിയും കൂടെ തീർക്കാവുന്നിടത്തോളം തീർത്തിട്ട് ധ്യാനത്തിന് പോകും. അപ്പോൾ ആർക്കും പരാതിയില്ല. ധ്യാനത്തിന് ചെന്ന് കഴിയുമ്പം ഭയങ്കര സന്തോഷം. അപ്പോൾ സമ്പൂർണ്ണ ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബൈബിളൊക്കെ മേടിച്ച് സമ്പൂർണ്ണ ബൈബിൾ ഒക്കെ പിടിച്ചുകൊണ്ടാണ് ധ്യാനത്തിന് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് സ്വസ്ത്രക്കാഴ്ച ഇടുമ്പം ഉള്ളതെല്ലാം കൊടുത്തല്ലോ നിന്നെ അപ്പം അമർത്തി കുലുക്കി കവിഞ്ഞ് ഒഴുകുമ്പണ്ണം ദൈവം നിനക്ക് തരും. ഞാൻ എൻ്റെ കയ്യിലുണ്ടായ 100 രൂപയൊക്കെ ഞാൻ നേർച്ച കിട്ടും, ഉള്ളത് മുഴുവൻ കൊടുക്കണമല്ലോ എന്ന്. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് വന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കാനും കൂട്ടിയിരുന്ന് കുരിശുവര കഴിയുമ്പോഴും ഞാനിരുന്ന് പ്രാർത്ഥിക്കുമ്പം ആങ്ങൾ പറയേറ്റുകൂടി മതി പ്രാർത്ഥിച്ചു, എന്തൊരു പ്രാർത്ഥന. ഇപ്പം അന്നേരം പിന്നെ പള്ളിയിലാണെങ്കിലും പോകാനും പിന്നീട് ഇരുന്ന് കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനും. അങ്ങനെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഈശോയോട് പറഞ്ഞു, ഈശോയെ ജീവിത പങ്കാളിയെ തരുമ്പം കുടിക്കാനില്ലാത്ത ആളെയൊന്നും ചോദിക്കാൻ എനിക്ക് അർഹതയൊന്നുമില്ല. അപ്പം കുടിയനായാലും വലിക്കുന്ന ആയാലും ഒന്നും എനിക്ക് കുഴപ്പമില്ല, ഈശോയ്ക്ക് ഇഷ്ടമുള്ള ആളെ എനിക്ക് തന്നാൽ മതി, ആ ആളെയാണ് ഞാൻ സ്നേഹിക്കുള്ളൂ, ഈശോയുടെ കൈകൊണ്ട് തരണം എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ആ പ്രാർത്ഥന മറന്നുപോയി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ പല പ്രലോഭനങ്ങളൊക്കെ വന്നപ്പോഴും ഞാൻ ഈശോയോട്, അപ്പോൾ എനിക്ക് ഈശോ മാതാവ് കാണിച്ചു തരുവാണ്, ഇത് ഹൗവായെ പിശാച് പരീക്ഷിച്ച പോലെയുള്ള പരീക്ഷണമാണ്, ഇതിലെല്ലാം നീ അതിജീവിക്കണം. എനിക്ക് വചനം ഒന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് മുമ്പോട്ട് പോയി. അങ്ങനെ ചാച്ചൻ എപ്പോഴും വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്ക് എന്നെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ആരും പുറത്ത് പോകാൻ സമ്മതിക്കില്ല. സമയം 6:30 കുരിശ് വരയ്ക്കണല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ നാത്തുവിൻ്റെ അനിയത്തി വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പറമ്പിൽ കൂടെ, അവർ കോട്ടയത്ത് നിന്ന് വന്നവരും, അപ്പോൾ അവരെ പറമ്പൊക്കെ കാണിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അങ്ങനെ അടുത്ത ഒരു വലിയ കുളമൊക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറുന്ന കുറേ വർത്താനം പറഞ്ഞു. സമയം 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി വിളിച്ചു, ചാച്ചനോട് അന്വേഷിക്കുന്നുണ്ട്. ഓടി വന്നപ്പോഴത്തേക്കും ചാച്ചൻ എന്നെ കാണാഞ്ഞിട്ട് ചാച്ചൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അന്നേരം ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പം ചേച്ചി പറഞ്ഞു, നീ വേഗം ഇങ്ങനെ മാറി നിന്നു, അല്ലെ ഇപ്പോൾ അടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ മാറി അങ്ങ് പോയി വീട്ടിൻ്റെ മുമ്പിൽ പോയി. ചാച്ചൻ കാണാതെ നിൽക്കുമ്പോൾ സമയത്ത് കുറേ പിരിവുകാർ വന്നു. അപ്പോഴത്തേക്കും ഞാൻ ചാച്ചൻ എൻ്റെ അരിശമൊക്കെ അങ്ങ് പോയി. അപ്പം ഞാൻ പിന്നീട് ചാച്ചൻ കുറേ ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം ഈ ചാച്ചൻ വഴക്ക് പറയുമ്പോഴൊക്കെ എനിക്കറിയാം ഇത് ഭയങ്കര പ്രത്യാശയാണ് എനിക്ക്. പക്ഷേ എന്നാലും സങ്കടമുണ്ട്. ഞാൻ എന്നിട്ട് ഒത്തിരി ആരും കാണാതെ കരഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ കടന്ന് അത്താഴമൊക്കെ കഴിഞ്ഞ് ഞാനും ഈ ചേച്ചിയുടെ അനിയത്തിയും ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു പെണ്ണും കൂടെ അവർ റൂമിൽ കിടക്കുന്നത്. അപ്പം ഞങ്ങൾ കടന്ന് അവളോട് വർത്തമാനം പറഞ്ഞ് ഞാൻ കടന്നു കഴിഞ്ഞ് തിരിഞ്ഞ് അവൾ ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരോ ആണുങ്ങളുടെ ദേഹത്ത് കയ്യേൽ തൊട്ടതുപോലെ എനിക്ക് തോന്നി, കള്ളനാണോ. അപ്പോൾ അവിടെ നിൽക്കുന്ന കൊച്ചിനെ വിളിച്ചപ്പോൾ അവളും ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ വേഗം ചാടി എണീറ്റ് ഞാൻ ലൈറ്റിട്ടൊരു കട്ടിലിൽ കീഴെ നോക്കിയപ്പോൾ ആരുമില്ല. അപ്പം ഞാൻ തിരുഹൃദയത്തിൻ്റെ ഈശോനെ നോക്കിയപ്പോഴത്തേക്കും നിനക്കുള്ളയാൾ നാളെ വരും അങ്ങനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആൾ വരും എന്നുള്ള ഭയങ്കര പ്രത്യാശയോടെ തരുന്നു. ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. അന്ന് ജനുവരി 31 അപ്പം ഞാനത് കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഫെബ്രുവരി 1 രാവിലെ എണീറ്റ് ഞങ്ങൾ അപ്പം അന്ന് ചേച്ചിക്കും ആങ്ങളൊക്കെ എവിടെ പോകണം, അതിന് വേണ്ടി അവർ എല്ലാം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ആ സമയത്ത് ഒരു ജീപ്പ് വരുന്നു, 8 മണിയായുള്ളൂ ജീപ്പ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയും ഇത് ഇന്നയാളാണ് വരാൻ പോകുന്നതെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. പക്ഷെ ഞാനാരോടും പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ജീവിത പങ്കാളി എന്നെ പെണ്ണ് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന 2 സാറുമാരും ഉണ്ട് കൂടെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചാച്ചനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായി. ഈ കല്യാണം എങ്ങനെയാണേലും നടത്തണം. അങ്ങനെ ചാച്ചൻ പെട്ടെന്ന് പറമ്പിലുണ്ടായിരുന്ന തടിയെല്ലാം വിറ്റ് ഫെബ്രുവരി 1 ചെറുക്കൻ കാണാൻ വന്നു. ഏപ്രിൽ 20 ആയപ്പോഴത്തേക്കും കല്യാണം. അതിനുള്ള സാമ്പത്തിക സഹായം എല്ലാം ചെയ്തു. അപ്പം ഞാൻ പറയാം, ഇത്രയും ചാച്ചൻ ദേഷ്യപ്പെട്ടാലും ആ ഒരു സന്തോഷം ദൈവത്തിലൂടെ എല്ലാം അവിടുന്ന് ഈശോ നൽകി. സ്വർണ്ണം എടുക്കാൻ പോയപ്പോഴാണേലും ഞങ്ങൾ കുറച്ച് സ്വർണ്ണം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇല്ല പൈസ ആയിട്ടില്ല ഇനിയും എടുത്തു. അപ്പോൾ പറയാം ഇത് ഈശോ വന്ന് തന്നു കഴിഞ്ഞപ്പം
ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയുടെ കൈ കൊണ്ട് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കൈയാണോ എനിക്ക് അന്നേരം ഈശോ കാണിച്ചു തന്നു. അങ്ങനെ കല്യാണം നടന്നു. അപ്പോൾ കല്യാണം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഞങ്ങൾ മലബാറിലായിരുന്നു. അപ്പം മറ്റുള്ള അയൽക്കാരൊക്കെ ചോദിച്ചു, ഈ കൊച്ച് എന്ത് പാപം ചെയ്തിട്ടാണ് ഇതിനെ മലബാറിൽ കൊണ്ട് കെട്ടിക്കുന്നത്. അപ്പോൾ ചാച്ചന് ഭയങ്കര സന്തോഷമാണ്. ചാച്ചൻ വന്ന് ഞങ്ങൾ മലബാറിൽ ഞങ്ങളുടെ കല്യാണത്തിന് തലേദിവസം വന്ന് മൈലാഞ്ചേരിയിലൂടെയാണ്. അപ്പം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോക്കാരെല്ലാം വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ചെറുക്കൻ്റെ പെണ്ണിന് പോകാനുള്ള പുതിയ കാറ് ഡെക്കറേറ്റ് ചെയ്ത് വീട്ടിലോട്ട് വന്നു. അപ്പോഴത്തേക്കും ചാച്ചന് ഇത് ഭയങ്കര സന്തോഷത്തിലായി. അപ്പോൾ ഈശോയാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളത് എനിക്കവിടെ ഭയങ്കരമായിട്ട്, ഞങ്ങളൊരിക്കലും ഇതിങ്ങനെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പന്തലിൽ വർത്താനമൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഞാൻ അകത്ത് പോയി നിൽക്കുക. അപ്പോൾ അകത്ത് പോയി കഴിഞ്ഞപ്പം ഞാൻ ഈശോയോട് ചോദിച്ചായിരുന്നു, ഈ ഭൂമിയിൽ ആരെ സ്നേഹിച്ചാലും എല്ലാവരും തട്ടിപ്പാണ്, ആരെയും ഞാൻ സ്നേഹിക്കുക. അപ്പം പുള്ളിക്കാരൻ ഡ്രസ്സ് മാറി, അത്രയും നേരം എനിക്ക് പുള്ളിയോട് അടുപ്പമൊന്നും തോന്നിയില്ല. അപ്പം ഡ്രസ്സ് മാറി വന്നു കഴിഞ്ഞപ്പോൾ ഈശോ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഇതാ നിനക്ക് സ്നേഹിക്കാനുള്ള ആൾ. അന്നേരമാണ് ഞാൻ പുള്ളിയുടെ മുഖത്തോട്ട് പറഞ്ഞത്. അന്നേരമാണ് ഒരു ഭയങ്കരമായ ഒരു ബന്ധം, പുള്ളിയോട് ഭയങ്കരമായിട്ടൊരു അടുപ്പം തോന്നി. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ വീട്ടുകാരെ എനിക്ക് ശരിക്കും സ്നേഹിക്കാൻ സാധിച്ചു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വന്തം വീട്ടുകാരെ പോലെ. അപ്പോൾ ഇത്രയും ഈ മകനെ എനിക്ക് തന്നെങ്കിൽ ആ അപ്പനെയും അമ്മേനെയും നന്നായിട്ട് നോക്കണം. അതിനുവേണ്ടി ഞാൻ അവരെ നന്നായിട്ട് നോക്കാനൊരു അനുഗ്രഹം തന്നു. അതുപോലെ ഞാൻ അമ്മയ്ക്ക് സുഖമില്ലാത്ത ഒരാളായിരുന്നു. അപ്പം അച്ചാച്ചൻ രാവിലെ കോളാമ്പിയിൽ തുപ്പാൻ തുടങ്ങിയ 10 മണിയാകുമ്പോഴത്തേക്കും കോളാമ്പി നിറയും. എനിക്കാണെങ്കിൽ തൊട്ട് എടുക്കാനും പറ്റുന്നില്ല. അപ്പം എനിക്ക് ഇത് പറ്റുന്നില്ല ഈശോയെ. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഈശോ വന്ന് ഈശോയുടെ കോളാമ്പിയൊന്നും എനിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ അപ്പച്ചൻ്റെ കോളാമ്പി ഈശോയുടെ കോളാമ്പിയായിട്ട് എടുക്കാനൊരു അനുഗ്രഹം എനിക്ക് തരണം. അത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരറപ്പുമില്ല. ഞാൻ സമയത്ത് ആ കൊച്ചിന് ഞാൻ കോളാമ്പി എടുക്കാനും അവരെ നല്ല രീതിയിൽ നോക്കാനും എനിക്ക് സാധിച്ചു. അതിലൂടെ ഒരുപാട് അനുഗ്രഹം ഈശോ തന്നു. അമ്മ പ്രായമുള്ള ഒരാളായിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ. അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ എവിടെയെങ്കിലും ഞാൻ പോകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു വെക്കണം. അതെനിക്ക് പ്രായമുള്ള മനുഷ്യരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴാണേലും അമ്മയ്ക്ക് എല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പം അന്നേരം ഞാനൊന്ന് ചുമച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് പെട്ടെന്ന് ഒരു മുട്ട വാട്ടിക്കൊണ്ട് തന്നത് എപ്പോഴും ഓർക്കും. അമ്മ ആ സ്നേഹത്തോടെ അമ്മ എനിക്ക് ആ ഒരു മുട്ട വാട്ടി തന്നു. ഞാനത് എപ്പോഴും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അമ്മയിലൂടെ എനിക്ക് ഈശോയെ കാണാൻ സാധിച്ചു. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾക്ക് 6 മാസമായപ്പോൾ ഞങ്ങൾക്ക് മൂത്ത കുട്ടിയുണ്ടായി. 3 മാസമായപ്പം എനിക്ക് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞപ്പം ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ചിലപ്പം കൊച്ചിന് അംഗവൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ അംഗവൈകല്യമുള്ള കൊച്ചാണെങ്കിലും ഈശോ തന്നതാണുള്ള ആ സ്നേഹത്തോടെ വളർത്താനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവനുണ്ടായി ഒരു കുഴപ്പമില്ലായിരുന്നു. ആരോഗ്യമുള്ള ഒരു കൊച്ചായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഈ മൂത്ത കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് 6 മാസമായി കഴിഞ്ഞപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരുന്നു. ഇതെന്നാണെന്നറിയാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ഓൾറെഡി ഇപ്പം 2 മാസമായി, ഗർഭിണിയാണ്, പകുതിയും പോയി, ഇനി കൊച്ചിന് അംഗവൈകല്യം ഉണ്ടാകും, അപ്പം ഈ അബോർഷനാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നാ ചെയ്യുന്നത്? അപ്പം ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ട്. അപ്പോൾ അബോർഷൻ ചെയ്യുന്ന പാപമാണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഈശോ തോന്നിക്കുകയാണ്, നീ എൻ്റെ മകനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നത് മുഴുവൻ ഞാൻ തവിട് പൊടിയാക്കും എന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ നമുക്കൊന്നും ചെയ്യണ്ട, നമുക്ക് ഈശോനെ ഇനി അംഗവൈകല്യം ഉണ്ടെങ്കിൽ നമുക്ക് വളർത്താം, ഡോക്ടറോട് പറഞ്ഞേരെ എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞില്ല, ഞങ്ങൾ വളർത്താൻ തീരുമാനിച്ചെന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഡോക്ടർ പറഞ്ഞു വെയിറ്റുള്ളതൊന്നും എടുക്കരുത്. അങ്ങനെ കുറച്ച് മരുന്ന് കുറിച്ച് തന്നു. ആ മരുന്ന് കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ പഴയ മരുന്നുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇവളൊരു മരുന്നും കഴിക്കുന്നില്ല, എല്ലാം മേടിച്ചു കൊണ്ട് കൂട്ടുന്നേ ഉള്ളൂ. അപ്പം ഞാനിതെല്ലാം ആരും കാണണ്ടല്ലോ എന്നതെല്ലാം എടുത്ത് അടിച്ചു വാരി എല്ലാം കൊണ്ട് ചുട്ട് കളഞ്ഞു, ആരും കാണാതിരിക്കാൻ വേണ്ടി. ഒരു ഗുളിക മാത്രം ഞാൻ കഴിച്ചു, ഡോക്ടർ തന്ന ഗുളിക. അപ്പം അത് കഴിഞ്ഞ് വൈകുന്നേരം ഗുളിക കഴിക്കാൻ ചെന്ന് നോക്കുമ്പോൾ ഗുളിക കാണുന്നില്ല. കത്തിച്ചോടത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ കത്തിക്കിടപ്പുണ്ട്. പിന്നെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിനക്ക് വേണ്ടി നീയല്ലേ പറഞ്ഞത്, അപ്പം നിൻ്റെ മകനെ ഒന്നും ചെയ്യരുതെന്ന്, അത് കാരണം നീ തന്നെ നോക്കണം. അത് കഴിഞ്ഞ് പിന്നീട് ആ കൊച്ചിനെ ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ്റെ പുസ്തകം ഏറ്റവും എളുപ്പമായിരുന്നു. മൂത്ത കൊച്ചാണെങ്കിൽ ഒരു വഴക്കുമില്ലാതെ ഈശോ ഭയങ്കരമായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ മകനിലൂടെയാണ് ഇപ്പം ഞങ്ങൾക്ക്
ഒരുപാട് അനുഗ്രഹം തന്നത്. ആ മകനുണ്ടായി 1 വയസ്സായപ്പോഴാണ് ഞങ്ങൾ വീട് പണിതു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം കുരിശ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബാവാ യേശുനാഥ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഇരുന്ന് നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പാടുന്ന ഈശോയെ ഇങ്ങോട്ട്, പുതിയ വീടല്ലേ, ഈശോ ഇങ്ങോട്ട് അകത്തോട്ട് വരണം, ഈശോ അവിടെ വന്ന് നിൽപ്പുണ്ട്, അപ്പോൾ ഈശോ അകത്തോട്ട് വരണം. അപ്പം ഈശോ എന്നോട് പറയുന്നത് എനിക്ക് തോന്നുന്നു, മകൻ വിളിക്കുന്നില്ലല്ലോ, പിന്നെ ഞാനെന്തിനാണ് വരുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ ക്ഷീണമായിട്ടാണ്, ഈശോ വന്ന് കയറണം, ഈശോ വരണം എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഈശോ അകത്ത് വന്നു. ഈശോ അകത്ത് വന്നതായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഉടനെയാണ് ഞങ്ങൾ ഈ ധ്യാനത്തിന് പോകുന്നത്. ധ്യാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പം പുള്ളിക്ക് ഇനിയിപ്പം ഈശോയുടെ വഴിയെ നടക്കണം എന്നുള്ള ഒരു ഇതായി. അപ്പം ഞങ്ങളുടെ വണ്ടിയെല്ലാം പണിയൊക്കെ കഴിഞ്ഞ് പുതിയ വണ്ടി വന്നിട്ട് ഞങ്ങൾ കണ്ടുപോലും ഇല്ല. അതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് തന്നെ കച്ചവടം ചെയ്തു. എന്നാന്ന് വെച്ചാൽ പിന്നീട് ഞങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് വന്ന് കൈക്കൂലി നിർത്തി കഴിഞ്ഞ് ഞങ്ങൾക്ക് വണ്ടി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചിലവ് അത് കൊണ്ടുപോവുകയില്ല, മുമ്പോട്ട് കൊണ്ടുപോവുകയില്ല. അപ്പം ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് തന്നെ കച്ചവടമായി വിറ്റു. അത് കഴിഞ്ഞ് ധ്യാനം, അവിടെ ഒരു ബൈബിൾ കൺവെൻഷൻ നടത്താൻ ദൈവം ഭാഗ്യം തന്നു. പിന്നീട് ധ്യാനം പണ്ട് കൈക്കൂലി മേടിച്ചതിനേക്കാളും എല്ലാം സന്തോഷമായിട്ടാണ് പിന്നീടുള്ള കാലങ്ങൾ അങ്ങ് കഴിഞ്ഞു പോയത്. എല്ലാം ദൈവം നയിച്ചു, അതാണ്, നമ്മളല്ല, ദൈവമാണ്. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളത് ഈശോ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലൂടെയും ഈശോ കാണിച്ചു തന്നു. നവീകരണത്തിലോട്ട് വന്ന് പ്രാർത്ഥനാ ജീവിതം തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് 3ാമത്തെ കുട്ടി ഉണ്ടാകുന്നത്. അവനാണെങ്കിൽ ഉണ്ടായപ്പം തൊട്ട് ഭയങ്കര ശാന്തനും നല്ല ഒരു വഴക്കുമില്ല, അങ്ങനെ ഒരു കുട്ടിയായിരുന്നു അവനുണ്ടായ സമയത്താണ് അമേരിക്കയിൽ നിന്നിട്ട് ചേട്ടനും ചേച്ചിയും കൂടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു, അച്ഛൻ അന്ന് കുന്നശ്ശേരി പിതാവ് പറഞ്ഞു, ഈ ഒരു കൊച്ച് അമേരിക്കയിൽ വൈദികനായി കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ അപ്പനും അമ്മയ്ക്കും എന്തോ സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിൽ ഈ കൊച്ചിരിക്കുക. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചു, ഈശോയെ ആ ഭാഗ്യം ഈ മകന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ ആ പ്രാർത്ഥന മറന്നും പോയി. ഇവിടെ വന്ന് ഈ 3ാമത്തെ കുട്ടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ അവൻ കോളേജിൽ പഠിച്ച് ഇപ്പം അവൻ ഇവിടെ അച്ഛനാകാൻ വേണ്ടി ഡീക്കനാകാൻ പോവുകയാണ് ഈ ജൂണിൽ. അപ്പം എല്ലാം ദൈവം ഒരുപാട് അനുഗ്രഹം അവനിലൂടെ തന്നതിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു.